നമസ്തേ. ഇപ്പോൾ വരുന്ന കാലയളവിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതും ജാഗ്രതയായി നീങ്ങേണ്ടതുമായ കൂറുകാരും നക്ഷത്രക്കാരും ഏതൊക്കെയാണ്? മേടക്കൂറുകാരാണ്. അശ്വതി, ഭരണി, കാർത്തികക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇപ്പോഴവർക്ക് 4-ൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ശുഭമാണ്. 4-ൽ വ്യാഴം നിൽക്കുന്നതിനെ പൊതുവെ ഗുണദോഷ സമ്മിശ്രം എന്നാണ് പറയുന്നതെങ്കിൽ പോലും മേടക്കൂറുകാരുടെ ഫലം സമഗ്രമായി നോക്കുമ്പോൾ 4-ലെ വ്യാഴം ഉച്ചസ്ഥനായ വ്യാഴമാണ്. അത് ഗുണം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ജാഗ്രതയോടെ സശ്രദ്ധം ഈ കാലയളവിനെ കടത്തിവിടേണ്ടത് അവരുടെ ഒരു ആവശ്യമാണെന്ന് പറയുന്നതിന് വളരെ വലിയ കാര്യങ്ങളുണ്ട്. ഇപ്പോഴവർക്ക് ഏഴരശനിയാണ്. ഏഴരശനി 12-ലാണ്. 12, 1, 2 എന്നീ 2.5 + 2.5 + 2.5 എന്നുള്ള ഏഴരശനിയാണ് വരുന്നത്. അതിൽ മധ്യത്തിലെ ഏഴരശനി വരാൻ പോവുക എന്ന് വെച്ചാൽ ജന്മശനി. ഏഴരശനിയിലെ കണ്ടകശനി അഥവാ ജന്മശനി ഇനിയും വരും. അതിനു മുമ്പായിട്ട് അവർക്ക് കുറേ കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ 27 നക്ഷത്രങ്ങളിലും ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അശ്വതിയും ഭരണിയും കാർത്തികക്കാലും ചേരുന്ന മേടക്കൂറുകാരാണ് എന്ന് പറയാൻ കാര്യം. അതിൽ ഇപ്പോഴും 4-ാം ഭാവത്തിലേക്ക് വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ശ്രേഷ്ഠമായി പ്രവർത്തിക്കാം. 12-ലാണ് ഏഴരശനിയെങ്കിൽ പോലും. മറ്റൊന്ന്, അതിന് കൂടെ ഇനിയിപ്പോൾ 5-ലേക്ക് വ്യാഴം വരുന്നുണ്ട്. ചിങ്ങം രാശിയിലേക്ക് വ്യാഴം വരുമ്പോഴേക്ക് കുറച്ചും കൂടി ഗുണകരമായിരിക്കും ഏഴരശനി ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ 4-ലെ ഉച്ചസ്ഥനായ വ്യാഴവും 5-ലെ വ്യാഴവും അവർക്ക് ഗുണം ചെയ്യും. അതിനുശേഷം 6-ലേക്ക് വ്യാഴം വരും. 6-ലേക്ക് വ്യാഴം വരുമ്പോൾ അവർക്ക് ദോഷഫലങ്ങളായിരിക്കും വരുന്നത്. ആ സമയത്ത് ജന്മശനിയായിരിക്കും. ഏഴരശനിയിലെ കണ്ടകശനിയായിരിക്കും. ഏഴരാണ്ട ശനിയിലെ കണ്ടകശനിയാകുന്ന ജന്മശനിയായ കാലത്ത്, ജന്മശനിയുടെ കാലത്ത് 6-ലേക്ക് വ്യാഴം വരുന്ന സമയം വളരെയേറെ കഷ്ടവുമായിരിക്കും. ബുധന്റെ രാശിയിലേക്കാണ് വ്യാഴം വരാൻ പോകുന്ന കാലത്ത്. അപ്പോൾ കണ്ടകശനി, ഏഴരശനി അതിൻ്റെ പൂർണ്ണഭാവത്തിൽ നിൽക്കുകയും ബുധന്റെ രാശിയാകുന്ന കന്നിരാശിയിലേക്ക് വ്യാഴം 6-ാമിടത്തേക്ക് വരികയും കൂടെ ചെയ്യുന്ന സമയത്തെ നേരിടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആ കാലയളവിൽ കാര്യങ്ങളെല്ലാം സാധിക്കുക എന്നതൊരു സുദുഷ്കരമായ കാര്യമായിരിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് ശ്രമിച്ചാൽ മാത്രമേ പല കാര്യങ്ങളും നടക്കുകയുള്ളൂ. മറ്റൊന്ന്, 6-ൽ വ്യാഴം വരുന്ന ആ സമയം, ജന്മശനിയും 6-ൽ വ്യാഴവും എല്ലാം കൂടി വരുന്ന ഒരു കാലയളവ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധനങ്ങൾ തള്ളിപ്പറയുക, കുടുംബത്തിലുള്ളവർ തള്ളിപ്പറയുക, മക്കളെ കൊണ്ടുള്ള ദുഃഖം ഉണ്ടാകുക, ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുജക്ഷേത്രക്കാർക്കാവുമ്പോൾ അവർക്ക് കുറേ വസ്തുനിഷ്ഠമായ ദുഃഖങ്ങളും ഉണ്ടാകും. വസ്തുനിഷ്ഠം എന്ന് വെച്ചാൽ സ്ഥാവര ജംഗമ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെടുന്ന ദുഃഖങ്ങളും വരാം. ആശയാധിഷ്ഠിതമായ ദുഃഖങ്ങളെക്കാൾ ഉപരി വസ്തു സംബന്ധമായിട്ടുള്ള, വസ്തു എന്ന് വെച്ചാൽ ഭൂമി മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുമായിട്ടുള്ള ബന്ധപ്പെട്ട ദുഃഖങ്ങളും വരാം. അപ്പോൾ അതിനു മുമ്പ് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം കൽപ്പിക്കേണ്ട സമയം. അത് രാഹുവിൻ്റെ ദശയും ശനിയുടെ ദശയും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. അതിൽ അശ്വതി നക്ഷത്രം കേതുവിൽ ജനിക്കുന്നവരാണ്, കേതു ദശയിൽ ജനിക്കുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ. അതിൽ കേതുവിൻ്റെ ദശയിൽ ജനിച്ചിരിക്കുന്ന കുട്ടികൾ അവരറിയാത്ത ദുഃഖങ്ങളായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. കേതു, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു എന്ന് പറയുന്ന രീതിയിൽ രാഹുവിൻ്റെ ദശയിൽ എത്തി നിൽക്കുന്ന അശ്വതി നക്ഷത്രക്കാർ കാണാം. വ്യാഴം ശനിയിലെത്തിയവരും ഉണ്ട്. അപൂർവമായിട്ടേ ആളുകൾ അശ്വതി നക്ഷത്രക്കാർ ശനിദശ അനുഭവിക്കാനായിട്ട് ജീവിച്ചിരിക്കാറുള്ളൂ. രാഹുവിൻ്റെ ദശ തന്നെ വളരെ കുഴപ്പമായിരിക്കും. അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദശയിൽ ഏതെങ്കിലും ഒരു അപഹാരകാലത്ത് രാഹു, കേതുക്കൾ അല്ലെങ്കിൽ ചൊവ്വയുടെ അപഹാരത്തിൽ ഇവർ മരണപ്പെടുന്നതായിട്ടാണ് കാണാറുള്ളത്. അതിലിപ്പോൾ രാഹുവിൻ്റെ ദശയിൽ കൂടി കടന്നു പോകുന്ന അശ്വതി നക്ഷത്രക്കാർ ഈ ഏഴരശനിയിലെ ജന്മശനിയും 6-ലെ വ്യാഴവും കൂടി ഒരുമിച്ച് വരുന്ന സമയം വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഏഴരശനിയിലെ കണ്ടകശനി അഥവാ ജന്മശനിയും 6-ൽ വ്യാഴവും കൂടി വരുന്ന രാഹുവിൻ്റെ ദശക്കാർ ആരെങ്കിലും അശ്വതി നക്ഷത്രത്തിലുണ്ടെങ്കിൽ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടതായിട്ട് വരും.